മുനി ജീവിച്ചിരുന്നു. എല്ലാ ദിവസവും കാട്ടിലെ മൃഗങ്ങൾ അവന്റെ ആത്മീയ പ്രസംഗങ്ങൾ കേൾക്കാൻ അവന്റെ അടുക്കൽ വന്നു. ധ്യാനിക്കുന്ന മുനിക്ക് ചുറ്റും അവർ ഒത്തുകൂടുകയും മുനി ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ അവരോട് പറയുകയും ചെയ്യും. അതേ കാട്ടിൽ ഒരു ചെറിയ എലിയും ജീവിച്ചിരുന്നു. അദ്ദേഹവും ദിവസവും മുനിയുടെ പ്രബോധനങ്ങൾ കേൾക്കാൻ പോകാറുണ്ടായിരുന്നു. ഒരു ദിവസം മുനിക്കായി പഴങ്ങൾ ശേഖരിക്കാൻ കാട്ടിൽ കറങ്ങി നടക്കുമ്പോൾ ഇടതൂർന്ന കുറ്റിക്കാടുകൾക്ക് പിന്നിൽ നിന്ന് അവനെ നിരീക്ഷിക്കുകയായിരുന്ന ഒരു വലിയ പൂച്ച അദ്ദേഹത്തെ ആക്രമിച്ചു. എലി പേടിച്ചുപോയി. അദ്ദേഹം നേരെ മുനിയുടെ ആശ്രമത്തിലേക്ക് ഓടി. അവിടെ അദ്ദേഹം മുനിയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് വിറയ്ക്കുന്ന സ്വരത്തിൽ കഥ മുഴുവൻ വിവരിച്ചു. ഇതിനിടയിൽ പൂച്ചയും അവിടെ എത്തി ഇരയെ കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന് മുനിയോട് അഭ്യർത്ഥിച്ചു. മുനി ഒരു കുഴപ്പത്തിലായിരുന്നു. അവൻ ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ തന്റെ ദിവ്യശക്തികൾ ഉപയോഗിച്ച് എലിയെ ഒരു വലിയ പൂച്ചയാക്കി മാറ്റി. തന്റെ മുന്നിൽ ഒരു വലിയ പൂച്ചയെ കണ്ട് മറ്റേ പൂച്ച ഓടിപ്പോയി. ഇപ്പോൾ എലി അസ്വസ്ഥമായിരുന്നു. അവൻ ഒരു വലിയ പൂച്ചയെപ്പോലെ കാട്ടിൽ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. മറ്റ് മൃഗങ്ങളെ ഭയപ്പെടുത്താൻ അവൻ ഉറക്കെ നിലവിളിച്ചു. മറ്റ് പൂച്ചകളോട് പ്രതികാരം ചെയ്യാൻ അദ്ദേഹം പോരാടുകയും ഈ രീതിയിൽ അവയിൽ പലതും കൊല്ലുകയും ചെയ്തു. എലി തന്റെ ജീവിതത്തിലെ കുറച്ച് അസ്വസ്ഥമായ ദിവസങ്ങൾ ആസ്വദിച്ചിട്ടില്ല. ഒരു ദിവസം ഒരു കുറുക്കൻ അവന്റെ മേൽ ചാടി വീണു. ഇതൊരു പുതിയ പ്രശ്നമായിരുന്നു. അവനെ എളുപ്പത്തിൽ കഷ്ണങ്ങളാക്കി മുറിക്കാൻ കഴിയുന്ന വലിയ മൃഗങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം ഒരിക്കലും കണക്കാക്കിയിട്ടില്ല. അവൻ ജീവന്